नमस्ते दोस्तों, आज हम हिंदी साहित्य के श्रेष्ठ श्री वृंदावन लाल वर्मा के शरणागत नामक कहानी की चर्चा करें। तो चलिए, शरणागत എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്നാണ് അർത്ഥം വരുന്നത്. श्री वृंदावन लाल वर्मा एक प्रसिद्ध ऐतिहासिक उपन्यासकार है. श्री वृंदावन लाल वर्मा വളരെ പ്രശസ്ത ചരിത്രപരമായ ഒരു നോവൽ എഴുതുന്ന അല്ലെങ്കിൽ ചരിത്രപരമായ നോവൽസ് എഴുതുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വൃന്ദാവൻ ലാൽ വർമ്മ. ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവലാണ്. ഉപന്യാസ് के साथ साथ उन्होंने अनेक कहानियाँ और नाटक भी लिखे हैं. നോവൽസിൻ്റെ കൂടെ അദ്ദേഹം ഒരുപാട് സ്റ്റോറീസുകളും ഒരുപാട് ഡ്രാമാസ് നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. ഉൻകി ലിഖി ഹുയി एक മനോവൈജ്ഞാനിക് കഹാനി ഹെ ശരണാഗത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ശരണാഗത് എന്ന് പറയുന്നത്. ഇസ് കഹാനി മേ ഹമാരെ പതിത് സാമന്തവാദി സമാജ് കാ ജീത്ത ജാഗ്ത ചിത്ര ഹേ. ഈ സ്റ്റോറിയിൽ, ഈ കഥയിൽ നമ്മുടെ അധപ്പതിച്ച ഫ്യൂഡലിസത്തിൻ്റെ, സാമന്തവാദ് എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസം, മുതലാളിത്ത വ്യവസ്ഥ അല്ലെങ്കിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മുടെ അധപ്പതിച്ച ഫ്യൂഡലിസ സമൂഹത്തിൻ്റെ സജീവമായ ഒരു ചിത്രമാണ് കാണുന്നത്. ഭാരത് ശരണാഗത് വത്സല ദേശ് ഹെ. ഇന്ത്യ അഭയാർത്ഥികളെ സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ്. പ്രാചീൻ കാൽ സേ ഹി ഹരേക്ക് ഭാരതീയ ശരണാഗതോं की രക്ഷാ കർണ അപ്ന കർത്തവ്യ സമജ്താ ഹെ. പണ്ട് മുതൽക്കേ എല്ലാ ഭാരതീയ വ്യക്തികളും ശരണാഗതോങ്കി അല്ലെ അഭയാർത്ഥികളെ രക്ഷിക്കുക, മീൻസ് സംരക്ഷിക്കുക എന്നത് തൻ്റെ കർത്തവ്യമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശരണാഗതോങ്കി രക്ഷാ കെ ലിയെ വേ അപ്നെ ജാൻ കോ ഭി ഛോഡ് ദേത്തെ ഥേ. അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ സ്വയം ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. देश एवं जनता के लिए अपना सब कुछ कुर्बान करने को तैयार होने वाले वीर साहसी देशभक्त भारत की अपनी ही संपत्ति हैं. രാജ്യത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടി എല്ലാം തന്നെ ബലി കൊടുക്കാൻ, കുർബാൻ കർണ എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കുക. അപ്പോൾ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി എല്ലാം തന്നെ ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ധൈര്യം നിറഞ്ഞ രാജ്യസ്നേഹികൾ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ മാത്രം സ്വത്താണ്. ശരൺ ദേന और शरणागतों की रक्षा करना ये दोनों ഭാരതീയ अच्छी तरह जानते हैं. അഭയം കൊടുക്കുക, അതുപോലെ അഭയാർത്ഥികളെ സംരക്ഷിക്കുക, ഇവ രണ്ടും ഇന്ത്യക്കാർക്ക് നല്ല പോലെ അറിയാം. झांसी रानी लक्ष्मीबाई का जन्मस्थान बुंदेलखंड में रहने वाला एक ठाकुर की शरणागत वत्सलता का सुंदर चित्रण इस कहानी में है. झांसी റാണി ലക്ഷ്മിബായിയുടെ ജന്മസ്ഥലമായ ബുന്ദേൽഖണ്ഡിൽ താമസിക്കുന്ന ഠാക്കൂർ എന്ന് പറഞ്ഞ അദ്ദേഹം അഭയാർത്ഥികളോടുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ ചിത്രം ആണ് ഈ ഒരു കഥയിൽ കാണാൻ കഴിയുന്നത്. एक गाँव में एक ठाकुर रहता था. ഒരു ഗ്രാമത്തിൽ ഒരു ഠാക്കൂർ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഠാക്കൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജാതിയുടെ പേരാണ്. ഈ ഒരു കഥയിൽ പറയുന്നത് സാമന്തവാദി സമാജിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ മേൽജാതിയാണ് ഠാക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഠാക്കൂറിലെ മീൻസ് ആ ജാതിയിലുള്ള ഒരാളാണ് ഠാക്കൂർ. ഓക്കെ, ഉസ് ഗാവ് കെ സഭി ലോഗ് ഉൻക ആദർ കർത്തേ ഥേ. ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അദ്ദേഹത്തെ, ഠാക്കൂറിനെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഡർക്കെ മാരെ ഗാവ് കെ ലോഗ് ഉൻഹെ രാജ കഹക്കർ പുകാർത്തേ ഥേ. പേടിച്ച ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏക് ദിൻ ശരൺ മാങ്തേ ഹുയെ रज्जब नामक एक कसाई अपनी बीमारी पत्नी को लेकर ठाकुर के पास पहुंच गया. ഒരു ദിവസം അഭയം ആവശ്യപ്പെട്ടുകൊണ്ട് റജ്ജബ് എന്ന് പറയുന്ന ഒരു കസായി എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ അല്ലെങ്കിൽ ആടുമാടുകളെ വെട്ടുന്ന ഒരാൾ,
ओके, सो कसाई है ना, तो रജ്ജബ് यहाँ पर एक कसाई है. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് അഭയം ആവശ്യപ്പെട്ടുകൊണ്ട് രജ്ജബ് എന്ന് പറയുന്ന ഒരു കശാപ്പുകാരൻ തൻ്റെ ബീമാർ പത്നിക്കോലേക്ക്, തൻ്റെ അസുഖം പിടിച്ച അല്ലെങ്കിൽ രോഗിയായ ഭാര്യയെയും എടുത്തിട്ട് ഠാക്കൂറിൻ്റെ മുന്നിലേക്ക് വന്നു. ഗാവ് ഭർ കെ ലോഗ് രജ്ജബ് കോ ജാൻതേ ഥേ. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തന്നെ രജ്ജബിനെ നല്ലപോലെ അറിയാമായിരുന്നു. ഇത്നാ ഹി നഹി, ഇത്ര മാത്രമല്ല, വേ അപ്പനെ ജാൻവർ അലഗ് അലഗ് ചിപ്പാക്കർ ബേച്ച് ദേത്തേ ഥേ. അയാൾ തൻ്റെ മൃഗങ്ങളെ വേറെ വേറെയാക്കിയിട്ട് ഒളിപ്പിച്ചിട്ട് വിൽക്കുമായിരുന്നു. लेकिन कसाई होने के कारण उसे आश्रय देने का साहस गांव वालों में नहीं था. എന്നാൽ ഒരു കശാപ്പുകാരൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശ്രയം കൊടുക്കാനുള്ള ഒരു ധൈര്യം ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ രജ്ജബ് കോ ഠാക്കൂർ കെ സാമനെ ജാനാ പടാ. അതുകൊണ്ടാണ് രജ്ജബ് ഠാക്കൂറിൻ്റെ മുന്നിലേക്ക് പോകേണ്ടി വന്നത്. एक कसाई को शरण देने के लिए ठाकुर पहले तैयार नहीं होते थे. ഒരു കശാപ്പുകാരന് അല്ലെങ്കിൽ ഒരു ആടുമാടുകളെ അറക്കുന്നവന് അഭയം കൊടുക്കുന്നതിന് ഠാക്കൂർ ആദ്യം തയ്യാറായിരുന്നില്ല. लेकिन रज्जब ने राजा शब्द से पुकारा तब ठाकुर का मन एक प्रजा वत्सल राजा के समान एकदम पिघल गया. എന്നാൽ രജ്ജബ് ഠാക്കൂറിനെ രാജാവ് എന്ന് വിളിച്ചപ്പോൾ ഠാക്കൂറിൻ്റെ മനസ്സ് പ്രജയെ സ്നേഹിക്കുന്ന ഒരു രാജാവിനെ പോലെ തീർത്തും അലിഞ്ഞുപോയി. एक आदर्शवान राजा के समान उन्होंने रज्जब को शरण दी. ഒരു ഐഡിയലായ രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ഉത്തമനായ രാജാവിനെ പോലെ അദ്ദേഹം രജ്ജബിന് അഭയം കൊടുത്തു. एक रात के लिए भरोसा दिया. ഒരു രാത്രി ഠാക്കൂർ രജ്ജബിനെ വിശ്വസിച്ചു. वो ठाकुर टकैतों का सरदार था. ആ ഠാക്കൂർ കൊള്ളക്കാരന്മാരുടെ നായകനായിരുന്നു. रज्जब ने दूसरे दिन घर जोड़ने का वादा दिया था. രജ്ജബ് അടുത്ത ദിവസം തന്നെ വീട് വിട്ടു പോയിക്കോളാം എന്ന് വാക്ക് കൊടുത്തിരുന്നു. ആർക്ക്? ഠാക്കൂറിന്. ലേക്കിൻ വോ ജാൻ ന സക, എന്നാൽ അവന് പോകാൻ കഴിഞ്ഞില്ല. ഫൽസ്വരൂപ് ഠാക്കൂർ കോ ഉസേ ഘർ സേ നിക്കാൽന പട. അതിൻ്റെ ഫലമായി ഠാക്കൂറിന് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. ഓർ കോയി ചാര न होने के कारण रज्जब अपनी पत्नी को लेकर ललितपुर की ओर चलने लगा. പിന്നെ വേറൊരു ഉപായവും ഇല്ലാത്തത് കാരണം രജ്ജബ് തൻ്റെ ഭാര്യയെയും കൂട്ടി ലളിത്പൂരിലേക്ക് നടക്കാൻ തുടങ്ങി. ഉസ്നെ കിരായെ മേ എക് ഗാഡി ബി അപ്നായി. അദ്ദേഹം രജ്ജബ് വാടകയ്ക്ക് ഒരു വണ്ടി എടുത്തു. രജ്ജബ് കോ അപ്നി അസലിയത്ത് ന ചിപ്പാ സക. രജ്ജബിന് തൻ്റെ വാസ്തവികത, താനൊരു ആടുമാടുകളെ അറക്കുന്നവനാണ്, ഒരു കസായിയാണ് എന്ന വാസ്തവികത അവിടെയുള്ള ആരിലും മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം. ഉസ്നെ ജൽദി ചലാനെ കെ ലിയെ ഗാഡി വാൻ കോ ധംകായ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രജ്ജബിനെ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി ഗാഡി വാൻ കോ ധംകായ, വണ്ടി തരുന്ന ആളെ ഭീഷണിപ്പെടുത്തി. रास्ते में अचानक डाकुओं के एक झुंड ने रज्जब पर आक्रमण किया. വഴിയിൽ പെട്ടെന്ന് തന്നെ കൊള്ളക്കാരുടെ ഒരു സംഘം രജ്ജബിനെ ആക്രമിച്ചു. लेकिन उनके सरदार को जब मालूम हो गया कि रज्जब ही उस गाड़ी में बैठा है तो उसने रज्जब की संपत्ति लूटने से बिल्कुल इनकार कर दिया. എന്നാൽ കൊള്ളക്കാരുടെ തലവന് രജ്ജബാണ് വണ്ടിയിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രജ്ജബിൻ്റെ സമ്പാദ്യം അപഹരിക്കുന്നതിനെ എതിർത്തു. ഇസ് ബാത് കോ ലേക്കർ സർദാർ ഓർ അനുയായിയോं के बीच में വാദ വിവാദ് ഹുവ. ഈ കാര്യമെടുത്തിട്ട് കൊള്ളക്കാരുടെ തലവനും പിന്നെ അനുയായികളും തമ്മിൽ തർക്കിച്ചു. ഠാക്കൂർ രജ്ജബ് കാ ശരൺ ദാതാ ഹെ. ഠാക്കൂർ രജ്ജബിന് അഭയം കൊടുത്ത ആളാണ്. इसलिए रज्जब की सुरक्षा की व्यवस्था करके उसने गाड़ी को छुड़वाया. അതുകൊണ്ട് തന്നെ രജ്ജബിൻ്റെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് അദ്ദേഹം വണ്ടിയെ വിട്ടു. इतना ही नहीं, इतना മാത്രമല്ല, ठाकुर के सरदार ने अपने अनुयायी को समझाया कि बुंदेल शरणागत के साथ घात नहीं करता. डाकू
കൊള്ളക്കാരുടെ തലവന് തൻ്റെ അനുയായികളെ പറഞ്ഞു മനസ്സിലാക്കി ബുന്ദേൽഖണ്ഡ് അഭയാർത്ഥികളെ ഒരിക്കലും പതിയിരുന്ന് ആക്രമിക്കില്ല എന്ന്. इस कहानी के द्वारा लेखक हमें दिखा देते हैं कि क्रूर मानव के हृदय में भी दया का वास है. ഈ ഒരു കഥയിലൂടെ ലേഖകൻ നമ്മളെ കാണിച്ചു തരുകയാണ് ക്രൂരനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ദയ ഉണ്ടാകുമെന്ന്. നിർമ്മം ഠാക്കൂർ ഹോനെ പർ ഭി ഉസ്കെ മൻ മേ ശരണാഗത വ്യക്സലത കായം ഥി. സ്നേഹമില്ലാത്ത ഠാക്കൂർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അഭയാർത്ഥികളോടുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓർ യേ ബാത് ഭി യഹാം ഉല്ലേഖനീയ ഹേ. ഈ ഒരു കാര്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. മനുഷ്യ അപ്നി പ്രശംസ സുൻകർ കഭി കഭി അപ്നെ സെ ബാഹർ ഹോ ജാതെ ഹെ. മനുഷ്യന് തൻ്റെ പ്രശംസ കേട്ടിട്ട്, അതായത് മറ്റുള്ളവർ തന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നിൽ നിന്നും പുറത്തു വരാറുണ്ട്. അതായത് താൻ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. വേ പ്രശംസ കെ വശീഭൂത് ഹോക്കർ കാഫി ഉദാർ ഹോത്തെ ഹെ. അവർ പ്രശംസയിൽ വശീകരിക്കപ്പെട്ട് കൂടുതൽ മഹാമനസ്കതയുള്ളവരായി മാറുന്നു. और उनके मन में छिपी हुई मानवता अपने आप प्रकट होती है. അതുപോലെ അവരുടെ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യത്വം അവരിൽ തന്നെ പ്രകടമാവുകയും ചെയ്യും. ശരണാഗത് ഇസ് മനോവൈജ്ഞാനിക് തഥ്യ पर आधारित एक कहानी है. ശരണാഗത് ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ്.